ഇനി ഒരു വീട് പണിയുന്ന ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ ആൾക്കാരോട് നിങ്ങൾക്ക് പറയാനുള്ളൊരു അഡ്വൈസ് ഉണ്ട്? ഉറപ്പായിട്ടും ആക്റ്റീവ് ഡിസൈൻസിനെ തന്നെ റെഫർ ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ പാരൻസായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നോ? നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെ പറ്റി നിങ്ങളുടെ റൂമിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു. ആ ഒരു റൂമിന്റെ ഡിസൈനും ഫുൾ പപ്പാന്റെ മമ്മിയുടെ കയ്യിലായിരുന്നു കൊടുത്തത്. അത് അവസാനം പപ്പയും മമ്മി നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തന്നു. നമ്മുടെ രണ്ടുപേരുടെ റൂമായാലും ഞാനും മമ്മിയുടെ അടുത്തും പപ്പയുടെ അടുത്തും ഓരോരോ ഫോട്ടോസും ഓരോരോ പ്ലാനും ചെന്നിങ്ങനെ ഞാൻ ക്രോമിൽ നിന്നൊക്കെ എടുത്ത് അങ്ങനെ ഓരോരോ ഐഡിയാസ് പപ്പയുടെ മമ്മിയുടെ കാണിക്കും. ഇങ്ങനെ വേണം റൂം, നല്ല രീതിക്കൊരു ഡിസൈൻ ആയിരിക്കണം, ഞങ്ങൾ രണ്ടുപേരുടെയും റൂം നല്ല രീതിക്കൊരു നല്ലൊരു ഡിസൈനോട് കൂടെ ആയിരിക്കണമെന്ന് ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്. ഇവൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇൻട്രസ്റ്റിൽ നിന്നൊക്കെ ഓരോ ഫോട്ടോസൊക്കെ റെഫർ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും. ഇപ്പോൾ 3D ഡിസൈൻ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ റൂമൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇൻട്രസ്റ്റിൽ നിന്ന് ഓരോ ഫോട്ടോസ് എടുത്തിട്ട് അത് വെച്ച് നോക്കി ആ റൂമിന് സൂട്ടാണോ അത് അടിപൊളിയാണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തത്. എപ്പോഴും ഒരു എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പപ്പയുടെ മമ്മിയുടെ ഒരു ഡ്രീം ഹോമായിരുന്നു. എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിലുണ്ടായിട്ടില്ല. ബട്ട് ഞാൻ പലപ്പോഴും അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് അവർ ഓരോ കാര്യങ്ങൾ ഓരോ ഇഷ്യൂസൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കും എന്താണ് ഇങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടായില്ല. പിന്നീട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് വാവ് ഫീലായിരുന്നു എനിക്ക്. ആൻഡ് ആഫ്റ്റർ ഓൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ വീട്ടിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനാണ്. ഞാനിപ്പോൾ ഹോസ്റ്റലിലായിരുന്ന ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹിച്ചത്. എവറി കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. അല്ല, ഇപ്പോൾ എവിടേക്കാണ് പ്രോജക്റ്റുകൾ നടക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ വിഷമിച്ചു പോകും. നമുക്ക് കേരളത്തിൽ 8 ഓഫീസുകളാണ്, 8 സ്ഥലത്താണ് ഞങ്ങളുടെ ഓപ്പറേഷൻസ്. അപ്പം ട്രിവാൻഡ്രത്താണെങ്കിൽ ഒരു 4-5 പ്രോജക്റ്റുകളുണ്ട്, കണ്ണൂരാണെങ്കിൽ 2 പ്രോജക്റ്റുകളുണ്ട്. അപ്പം ഞങ്ങൾ വീടുകൾ മാത്രമല്ല ചെയ്യുന്നതെന്ന് അറിയാമോ, ഞങ്ങൾ ഓഫീസുകളും ഷോറൂമുകളും അമ്പലവും പള്ളിയും ആശുപത്രിയും ഞങ്ങൾ ചെയ്യാത്ത പ്രോജക്റ്റുകളില്ല. ഇപ്പം നടക്കുന്നതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ഹോംസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ട്രിവാൻഡ്രത്ത് സ്മാർട്ട് സിറ്റി ടെക്നോ പാർക്കിനോട് ചേർന്ന് ഒരു 4 ഏക്കറിൽ ഒരു കണ്ടെയ്നർ ഹോംസ് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റാണ് ഇപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഉടനെ തന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിൽ ഒരെണ്ണം ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്.